ഇപ്പോൾ വി അരുൺ ചേരുന്നുണ്ട് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്ന്. അരുൺ, ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം എന്താണ്? ഘടകകക്ഷികളുടെ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ആയിട്ടുണ്ടോ? ലീഗ് നേതാക്കളുമായും ചർച്ച നടന്നിരുന്നുവല്ലോ അല്പം മുമ്പ്. ഇന്ന് രാത്രിയോടെ തീരുമാനമുണ്ടാകും. 5 മന്ത്രിസ്ഥാനങ്ങൾ എന്ന് തന്നെ ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് അതിനെ വഴങ്ങേണ്ടി വരാൻ തന്നെയാണ് സാധ്യത. കാരണം മുസ്ലിം ലീഗിനെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല. 4 മന്ത്രിസ്ഥാനങ്ങളും പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കറോ അല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കോ എന്നൊരു സാധ്യത കൂടി കോൺഗ്രസ് മുന്നോട്ട് വച്ചെങ്കിലും ലീഗ് അതിനെ വഴങ്ങിയിട്ടില്ല. അവർ നേരത്തെ തന്നെ അവരുടെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന പേരുകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ പിന്മാറ്റത്തിന് അവർ തയ്യാറാകുമെന്ന് കരുതാൻ വയ്യ. നാളെ രാവിലെ അവരുടെ നിയമസഭാ കക്ഷി യോഗവും ചേരുന്നുണ്ട്. അതിനുശേഷം പ്രഖ്യാപിക്കാനാണ് ലീഗ് മന്ത്രിമാരെ പ്രഖ്യാപിക്കാനാണ് ആലോചിക്കുന്നത്. ഏതായാലും ലീഗിന്റെ കാര്യത്തിൽ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കേരള കോൺഗ്രസ് ആണ് കുറച്ചുകൂടി ശക്തമായ നിലപാട്. 2 മന്ത്രിമാർ ലഭിച്ചേ മതിയാകും നിലപാടിൽ നിൽക്കുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലും അതുപോലെ തന്നെ മാണി കാപ്പനും അനൂപ് ജേക്കബ് നേരത്തെയൊക്കെ 5 വർഷവും മന്ത്രിയായിരുന്ന ആളാണ്. പക്ഷേ ഇത്തവണ അത് 2.5 വർഷമെന്ന ടേമിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനോട് എങ്ങനെ അനൂപ് ജേക്കബ് പ്രതികരിക്കും? എന്തുകൊണ്ടാണ് ഈ തീരുമാനം നീളുന്നത്? ഘടകകക്ഷികളുടെ കാര്യത്തിലെങ്കിലും തീരുമാനമായാൽ മാത്രമല്ലേ കോൺഗ്രസിന് സ്വന്തം മന്ത്രിമാർ എത്ര എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നില്ല? ഇന്ന് വൈകിട്ടോടുകൂടി തീരുമാനം ഉറപ്പ് എന്ന് പറഞ്ഞിരുന്നതാണല്ലോ. ആരാണ് ഇതിൽ സമ്മർദ്ദം ചെലുത്തുന്നത്? ലീഗ് 5 മന്ത്രിമാരെ ചോദിച്ച അക്കാര്യത്തിൽ ഉറച്ചു നിന്നാൽ ഞങ്ങൾക്ക് 2 വേണമെന്ന് ജോസഫ് പറയുന്നു. അങ്ങനെ ഒരു തർക്കമുണ്ടോ? ലീഗ് പിന്മാറിയാൽ ഞങ്ങളും പിന്മാറാം എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടോ കാര്യങ്ങൾ? ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആദ്യഘട്ട ചർച്ച. ഇന്നലെ വൈകുന്നേരം UDF യോഗത്തിലാണ് ആദ്യ ചർച്ച നടന്നത്. പക്ഷെ അത് കാര്യമായ ഒരു ചർച്ചയിലേക്ക് പോയില്ല. ഉഭയകക്ഷി ചർച്ച നാളത്തേക്ക് മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാഥമിക ചർച്ച മാത്രമാണ് ഇന്നലെ നടന്നത്. ഇന്ന് രാവിലെയും CMB ഉൾപ്പെടെയുള്ള RSP ഉൾപ്പെടെ 1-2 കക്ഷികളുടെ മാത്രം പ്രാഥമിക ചർച്ച നടത്തി ഉച്ചയ്ക്ക് ശേഷത്തേക്ക് ചർച്ച മാറ്റുകയായിരുന്നു. കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന വലിയൊരു വെല്ലുവിളി നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല പിണങ്ങി നിൽക്കുന്ന സാഹചര്യം. ചെന്നിത്തല അനുനയിപ്പിക്കുക എന്നുള്ള ഒരു ദൌത്യമായിരുന്നു ഇന്ന് VD സതീശനും KC വേണുഗോപാലും ഒക്കെ ഏറ്റെടുത്തത്. ആദ്യം KC വേണുഗോപാലിനെ സന്ദർശിച്ചു VD സതീശൻ. അതിനുശേഷം KC വേണുഗോപാൽ രമേശ് ചെന്നിത്തല വീണ്ടും VD സന്ദർശിച്ചു. KC വേണുഗോപാൽ രമേശ് ചെന്നിത്തല ശേഷമാണ് രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഉറപ്പുവരുത്തിയത്. അത് തന്നെ ഉച്ചയ്ക്ക് ശേഷം വരെ നീണ്ടുപോയ ഒരു പ്രോസസ്സായിരുന്നു. 2:30 മണിക്ക് ശേഷമാണ് KC വേണുഗോപാലിന്റെ വീട്ടിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് മടങ്ങിയത്. അതിനുശേഷമാണ് വീണ്ടും KPCCയിൽ വീണ്ടും ഇന്ന് കോൺഗ്രസ് നേതാക്കൾ യോഗം ചേരുകയും ഘടകകക്ഷികളോടുള്ള സീറ്റിന്റെ മന്ത്രിസഭാ സ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഒരു ധാരണ പാർട്ടി രൂപപ്പെടുത്തുകയും പിന്നീട് അത് ഘടകകക്ഷികളിലേക്ക് പോവുകയും ചെയ്തത്. രാത്രിയോടുകൂടി മാത്രമേ അത് പൂർത്തിയാക്കാൻ സാധ്യതയുള്ളൂ. ഒരു പക്ഷേ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ. ഇന്ന് രാത്രി കൊണ്ട് തന്നെ ചർച്ച പൂർത്തിയാക്കാനുള്ള ശ്രമമാണ്. ഈ മന്ത്രിസ്ഥാനങ്ങൾ മാത്രമല്ല, പിന്നീട് ക്യാബിനറ്റ് റാങ്ക്, ഭരണപരിഷ്കാര കമ്മീഷൻ അടക്കമുള്ള സ്ഥാനങ്ങൾ, ഡെപ്യൂട്ടി സ്പീക്കർ പദവികൾ, അതുപോലെ ചീഫ് വിപ്പ്, ഇത്രയും കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണം. മാത്രമല്ല അതിനുശേഷം വകുപ്പുകളും. കഴിഞ്ഞ തവണ ലീഗ് കൈവശം വെച്ച വിദ്യാഭ്യാസം ഉൾപ്പെട്ട വകുപ്പ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുക്കാൻ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ വകുപ്പാണ് RSPക്ക് നൽകിയത്. ഇത്തവണ അവർക്ക് തൊഴിൽ വകുപ്പ് വേണ്ട, ജലവിഭവ വകുപ്പോ അല്ലെങ്കിൽ ടൂറിസം വകുപ്പോ വേണമെന്ന ആവശ്യം അവർക്കുണ്ട്. നേരത്തെയൊക്കെ ലീഗിലൊക്കെ നൽകിയിരുന്ന വകുപ്പുകളിലും മാറ്റം വരാൻ ഇടയുണ്ട്. ശരി അരുൺ, എന്തായാലും ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലീഗുമായുള്ള ചർച്ച തുടരുന്നു എന്നുള്ളതാണ്. അതേസമയം PJ ജോസഫ് പറഞ്ഞത് നാളെയും കേരള കോൺഗ്രസ് ജോസഫുമായുള്ള ചർച്ച തുടരുമെന്നാണ്. അപ്പോൾ ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. PJ ജോസഫ് പറയുന്നത് 2 മന്ത്രിസ്ഥാനം വേണം എന്നുള്ളതാണ്. അതൊരു സമ്മർദ്ദ തന്ത്രം മാത്രമാണ് PJ ജോസഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ലീഗുമായുള്ള ചർച്ച തുടരുകയാണ്. ലീഗ് ഇപ്പോഴും 5 മന്ത്രിസ്ഥാനം വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് കോൺഗ്രസ് അതിന് വഴങ്ങിയേക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ കാണുന്നത്. വിദ്യാ ബാലകൃഷ്ണനും വനിതാ മന്ത്രി എന്ന രീതിയിൽ പരിഗണനയിലുണ്ട് കോൺഗ്രസിന്റെ എന്ന കാര്യം കൂടി വരുന്നുണ്ട്. 2 വനിതകൾക്ക് പ്രാതിനിധ്യം വേണം എന്നുള്ള കാര്യം ഹൈക്കമാൻഡിന്റെ കൃത്യമായ നിർദ്ദേശമാണ്. അത് പാലിച്ചേ മതിയാകൂ കോൺഗ്രസ്. അതിനാൽ തന്നെ കോൺഗ്രസ് പട്ടികയിൽ 2 വനിതകളെങ്കിലും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുവേണ്ടിയുള്ള തലപുകച്ചിലും ഇപ്പോൾ തുടരുകയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത്. ഇതോടൊപ്പമാണ് ഇപ്പോൾ ഘടകകക്ഷികളുമായുള്ള ചർച്ചയാണ് നടക്കുന്നത്. ശ്രീ ഡോക്ടർ GV ഹരി കൂടി ചേരുന്നു. ഹരി, ഘടകകക്ഷികളുടെ കാര്യത്തിൽ പോലും ഒരു തീരുമാനം ആകുന്നില്ലല്ലോ. എന്താണ്, ലീഗിന് 5-ാം മന്ത്രിസ്ഥാനം വേണം എന്നുള്ള നിർബന്ധം തന്നെയാണ് അല്ലേ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.